നമസ്കാരം. പശ്ചിമേഷ്യയിലെ സംഘർഷഭൂമി ഒരു വശത്ത് പ്രതീക്ഷയുടെ തെളിച്ചവും മറുവശത്ത് അനിശ്ചിതത്വത്തിന്റെ ഇരുണ്ട നിഴലും ഒരേ സമയം വീണു നിൽക്കുന്ന ഒരു നാഴികക്കല്ലായി മാറുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതോടെ യുദ്ധഭീഷണിയിൽ നിന്ന് ഒരു ചെറിയ ശ്വാസം വീണ്ടെടുക്കാമെന്നായിരുന്നു ലോക സമൂഹത്തിന്റെ പ്രതീക്ഷ. മാസങ്ങളായി തുടരുന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ കരാർ സമാധാനത്തിലേക്കുള്ള ആദ്യ ചുവടായി വിലയിരുത്തപ്പെട്ടിരുന്നു. എന്നാൽ ആ പ്രതീക്ഷകൾക്ക് ദീർഘായുസ്സുണ്ടായില്ല എന്ന ആശങ്കകൾ ഉയർത്തിക്കൊണ്ടാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കരാർ പ്രാബല്യത്തിൽ വന്നിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇറാനിലെ ലാവൻ ദ്വീപിലുള്ള എണ്ണ ശുദ്ധീകരണശാലയെ ലക്ഷ്യമിട്ട് ആക്രമണം നടന്നുവെന്ന വിവരം പുറത്തുവന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ഈ സംഭവം യഥാർത്ഥത്തിൽ വെടിനിർത്തലിന്റെ ആത്മാവിനെ തന്നെ ചോദ്യം ചെയ്യുന്നതായി മാറിയിരിക്കുകയാണ്. സമാധാനത്തിനായി കൈകോർത്ത രണ്ട് ശക്തികളും തമ്മിലുള്ള വിശ്വാസത്തിന്റെ നൂൽപാലം ഇനിയും ഉറപ്പിക്കപ്പെടാത്ത ഘട്ടത്തിൽ ഇത്തരം ആക്രമണങ്ങൾ സംഭവിക്കുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ബുധനാഴ്ച രാത്രി പ്രാദേശിക സമയം 10 മണിയോടെയാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടായതെന്ന് ഇറാനിയൻ ഓയിൽ മന്ത്രാലയത്തിന്റെ വാർത്താ ഏജൻസിയായ ഷാനയെ ഉദ്ധരിച്ച് നാഷണൽ ഇറാനിയൻ ഓയിൽ റിഫൈനറിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി വ്യക്തമാക്കി. സംഭവത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും പരിസരം സുരക്ഷിതമാക്കുന്നതിനും തീ നിയന്ത്രണ വിധേയമാക്കുന്നതിനുമായി അഗ്നിശമന സേനയെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഇറാൻ നാഗരികതയെ പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ കടുത്ത മുന്നറിയിപ്പുകൾക്ക് പിന്നാലെയാണ് അവസാന നിമിഷം വെടിനിർത്തലിൽ ഇരു രാജ്യങ്ങളും എത്തിയത്. ഈ കരാറിനെ അമേരിക്കയുടെ പൂർണ്ണവും സമ്പൂർണവുമായ വിജയമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. കരാർ പ്രകാരം രണ്ടാഴ്ചത്തേക്ക് അമേരിക്ക ആക്രമണങ്ങൾ നിർത്തിവെക്കുമെന്നും ഇതിനു പകരമായി ആഗോള എണ്ണ വിതരണത്തിൽ നിർണായകമായ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി തുറന്നു നൽകാൻ ഇറാൻ സമ്മതിച്ചതായും ട്രംപ് അറിയിച്ചിരുന്നു. വെടിനിർത്തൽ കാലയളവിൽ ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം സുരക്ഷിതമായ നിലയിൽ കൈകാര്യം ചെയ്യപ്പെടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആണവായുധം നിർമ്മിക്കുന്നതിനായി ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നു എന്ന് ആരോപിച്ചാണ് ട്രംപ് സൈനിക നീക്കങ്ങൾ ആരംഭിച്ചതെങ്കിലും ഈ അവകാശവാദം ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസി പോലും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഇറാൻ ഈ ആരോപണങ്ങൾ ശക്തമായി നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. മുൻപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതികളിൽ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തുക, മിസൈൽ പ്രോഗ്രാമുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക, സായുധ സംഘങ്ങളെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ കർശന നിബന്ധനകൾ അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിലും പുതിയ വെടിനിർത്തൽ കരാറിൽ ഇവ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത ഇല്ല എങ്കിലും ഇതിനകം തന്നെ സംഘർഷഭരിതമായ പ്രദേശത്ത് സംശയങ്ങളും ആരോപണങ്ങളും ശക്തമാകാനുള്ള സാധ്യത കൂടുതലാണ്. വെടിനിർത്തൽ കരാർ ഒരു താൽക്കാലിക ശമനം മാത്രമാണോ അതോ ദീർഘകാല സമാധാനത്തിലേക്കുള്ള വഴി തെളിക്കുന്നതാണോ എന്ന ചോദ്യത്തിന് ഉത്തരമൊരുക്കേണ്ട സമയത്താണ് ഈ സംഭവ വികാസം നടന്നത്. കരാർ ലംഘനമാണോ എന്ന ചർച്ചകളും അന്താരാഷ്ട്ര തലത്തിൽ ശക്തമാവുകയാണ്. ഗൾഫ് മേഖലയിലെ ഊർജ്ജ സുരക്ഷയ്ക്കും ഈ സംഭവത്തിന് വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാകാമെന്ന ആശങ്ക ഉയരുന്നു. ലോകത്തിന്റെ എണ്ണ വിതരണത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ഇറാനിലെ ഇത്തരം കേന്ദ്രങ്ങൾ ആക്രമണത്തിനിരയാകുന്നത് ആഗോള വിപണികളിലും പ്രത്യാഘാതമുണ്ടാകും. അതിനാൽ സമാധാനത്തിന്റെ അതിരുകൾ മങ്ങിയിരിക്കുന്ന ഈ ഘട്ടത്തിൽ ലാവൻ ദ്വീപിലെ ആക്രമണം ഒരു ഒറ്റപ്പെട്ട സംഭവം എന്നതിലുപരി വെടിനിർത്തലിന്റെ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന നിർണായക സൂചനയായി വിലയിരുത്തപ്പെടുകയാണ്. ലോകം ഉറ്റുനോക്കുന്നത് ഇനി എന്താണ് സംഭവിക്കാനിരിക്കുന്നത് എന്നതിലേക്ക് തന്നെയാണ്.